ആരുടെ കൂടെ പോയെന്ന് പിതാവിന് അറിയത്തില്ല. അവർ ഫോൺ വിളിക്കുകയില്ല, അവരെവിടെയാന്ന് പറയാല, അല്ലെങ്കിൽ ആരുടെ കൂടെയാണ് പോയേക്കെന്ന് അറിയത്തില്ല. രാത്രിയിൽ അമ്മ കൊണ്ടു ചൊല്ലി ടെൻഷൻ അടിച്ചിരിക്കുന്നു, പിതാവ് മകനെ നോക്കി വാദത്തിലിരിക്കുന്നു. പ്രിയവരെ, വലിയ തെറ്റാ. ഈ രാത്രി യാമങ്ങളിൽ അവർക്ക് ഉറങ്ങാൻ പോലൊരു അവസരം നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നൊന്നും അർത്ഥമില്ല. അതുകൊണ്ട് യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എവിടെ പോകുന്നു എന്നുള്ളതല്ല, ഒരിക്കലും നുണ പറഞ്ഞ് കബളിപ്പിച്ച് മാതാപിതാക്കളുടെ അടുത്ത് പറയുന്നത് ഞാൻ ഇന്ന വഴിക്ക് പോവുക, ഒരു സിനിമയ്ക്ക് പോവുക, ഇന്ന് ഞാൻ കൂട്ടുകാരൻ്റെ വീട്ടിൽ കിടക്കും പറഞ്ഞാൽ അവർക്ക് സമാധാനമായി. മിണ്ടാതെ പോയി കഴിഞ്ഞാൽ അവർ രാത്രി മുഴുവൻ ആ മാതാപിതാക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരകൃത്യമാണ്. അവർ ഉറങ്ങേല ടെൻഷൻ അടിച്ച് മുഴുവൻ എന്ത് ചെയ്യും? ഒരു രാത്രി മുഴുവൻ മകൻ എവിടെ പോയെന്ന് ഓർത്തിരിക്കും. നമ്മൾ എവിടെ പോയാലും പറയണം. എന്ത് ചെയ്യണം? ഞാൻ കാണിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്, ഞാനൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. എൻ്റെ അമ്മയൊക്കെ ഉറങ്ങാതെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് നമ്മൾ എവിടെ പോയാലും നമ്മൾ മാതാവിനെയും പിതാവിനെയും സ്നേഹിക്കുന്നുണ്ടെന്ന് പറച്ചിലല്ല, പ്രവൃത്തിയിലുണ്ടായിരിക്കണം. എന്തുണ്ടായിരിക്കണം? പറച്ചിലിൽ പോലെ പ്രവൃത്തിയിലുണ്ടാവണം. അത് ഈ ധ്യാനം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എനിക്കൊരു മാറ്റം ഉണ്ടായി എന്ന് 10 പേരെ കൊണ്ട് പറയിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ സഭയോട് ചേർന്ന് സഭയുടെ ആ തീരുമാനം അനുസരിച്ച് മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് അവർക്ക് സ്നേഹ വാത്സല്യങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ട് അവർക്ക് മാതാപിതാക്കൾക്ക് നമ്മളൊരു കരുത്തായി മാറണം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അവർക്ക് എന്തായി മാറണം? ഒരു കരുത്തായി മാറണം. അവരെ സഹായിച്ചില്ലെങ്കിൽ അവരെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല. കാരണം നോക്കിയിട്ട് പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഈശോയെ നന്ദി. ഞാൻ ഒരു ചെറിയ പാഴ്വാക്കായിട്ട് പറഞ്ഞതല്ല. ചില മാതാപിതാക്കളെന്ന് പറയാറുണ്ട്, ബ്രദറെ അവൻ പോയിട്ട് 3 ദിവസമായി, എവിടെയാണെന്ന് അറിയത്തില്ല, അപ്പച്ചൻ ഉറങ്ങിയിട്ട് 2 ദിവസമായി. ഇത് പറയുന്നത് അപ്പച്ചൻ ഉറങ്ങിയിട്ട് 2 ദിവസമായി, അവൻ എങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അല്ല പോയേക്കുന്നത്. ഇപ്പം ടെൻഷനാണ്. അതൊക്കെ ഒന്ന് മാറി ഈ ധ്യാനമൊക്കെ കഴിയുമെങ്കിൽ നമ്മൾ തിരിച്ച് പുറത്തേക്ക് പ്രായം എത്ര ആയിക്കോട്ടെ, 25, 30, 40 ഒക്കെ ആയിക്കോട്ടെ, നമ്മൾ വിളിച്ച് ഉള്ള കാര്യം മാതാപിതാക്കൾ വിദേശത്താണെങ്കിലും പറയണം. ഇത് പറയണം, കഥാവ് കഴിച്ചു, അമ്മ ഞാൻ കിടക്കാൻ പോകാന്ന് പറഞ്ഞാൽ അവർക്ക് സമാധാനമായി അവർ കിടന്നുറങ്ങിക്കോളും. 2 ദിവസം മക്കളുടെ ഫോൺ കിട്ടാതിരുന്നാൽ അമ്മയ്ക്ക് സന്തോഷമാണോ അതേ ദുഃഖമാണോ? ഇതായിരിക്കും നമ്മുടെ മലയാള ഭാഷയൊക്കെ പറഞ്ഞാൽ വെരുക്ക് നടക്കുന്നതാണോ, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥന പിടിച്ച പോലെ നടക്കും. അതിനുള്ള അവസരമൊന്നും കൊടുക്കരുത്. എല്ലാ കാര്യവും നേര് പറഞ്ഞാണെങ്കിൽ തെറ്റാണെങ്കിൽ പോലും ഞാൻ ഇന്നടത്തുണ്ടെന്ന് പറയണം. അവിടെയാണ് ഒരു തീരുമാനം നമ്മൾ എടുക്കേണ്ടത്. വളരെക്കാരൊന്നും കൂട്ടിയിട്ട് ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. അടുത്തേക്ക് നമ്മുടെ കയ്യെപ്പെടുത്തി കുലുക്കിയിട്ട് സന്തോഷമാണോന്ന് ചോദിച്ച് ഒന്ന് ചിരിച്ചേ, മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചേ, പരസ്പരം മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചേ, മുഖത്തേക്ക് നോക്കിയിട്ട് നല്ലപോലെ ചിരിച്ചേ. ഇതിന് 10 പൈസ മുടക്കുള്ള കാര്യമല്ല അല്ലേ? ഇവിടെ കയ്യിലൊന്നും പോകുമല്ലോ. പക്ഷെ ചില ആൾക്കാരുടെ ചിരിയൊക്കെ ഒന്ന് കാണണം. ആ ചിരിയൊക്കെ കാണുമ്പോൾ അല്ലേ അല്ലേ ഒരു ചിരിയില്ല, ഒരു മനസ്സിലൊരു സന്തോഷമില്ല അല്ലേ? അതെയോ 1200 രൂപ പോലെ നമുക്ക് സങ്കടമാണ്. കിടന്നൂത്തിട്ട് പറഞ്ഞ ഹല്ലേലൂയാ, ഈശോയെ സ്തുതി. സന്തോഷമൊക്കെ ഉണ്ട്. ധ്യാനകേന്ദ്രത്തിലേക്ക് വന്നത് ദുഃഖിക്കാൻ വേണ്ടിയിട്ടാണോ? ആണോ? നമ്മുടെ വീട്ടിലോ സമാധാനം, ഇവിടെ വന്നിട്ടും സമാധാനമില്ലെങ്കിൽ നമ്മൾ വന്നതിന് വലിയ അർത്ഥമൊന്നും ഇല്ല. അതുകൊണ്ട് ഈശോയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. കരവ് നോക്കിയിട്ട് പറഞ്ഞ ഹല്ലേലൂയാ, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. അതുകൊണ്ട് പറഞ്ഞ ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന.